ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ ടോപ്പാണ്. തുടക്കക്കാരായിട്ടുള്ളവർക്കെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളിസ്റ്റർ മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ ഇപ്പോൾ 4 മടക്കി എടുത്തിട്ടാണുള്ളത്. അപ്പോൾ 3 മീറ്റർ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം 4 മടക്കിയ ശേഷം നമുക്കൊന്ന് നീളം അളന്നെടുക്കാം. അപ്പം നമുക്ക് വേണ്ട നീളം എന്ന് പറയുന്നത് 45 ഇഞ്ചാണ്. ഫ്രണ്ട് ഓപ്പൺ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് നമുക്ക് ബോഡി പാർട്ട് വേറെ തന്നെയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സ്കേർട്ട് പീസും ബോഡി പീസും വേറെ തന്നെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബോഡി പീസിന് വേണ്ട തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് വീതിയിലും 15 ഇഞ്ച് നീളത്തിലുമാണ് ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ 4 മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോഡി പീസ് ആണെന്ന് നോക്കാം. 15 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ബോഡി പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബോഡി മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിനി കൈക്കുഴി 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുശേഷം ഷോൾഡറും കൈക്കുഴിയും വരച്ച് മാർക്ക് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്യാം. കഴുത്തിൻ്റെ വീതി 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി കഴുത്ത് നീളം അടയാളപ്പെടുത്താം. കഴുത്ത് നീളം എടുക്കുന്നത് 6 ഇഞ്ചാണ്. ബാക്കിലും ഫ്രണ്ടിലും 6 ഇഞ്ച് വീതമാണ് എടുക്കുന്നത്. നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് സ്ക്വയർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കേർവ് ഒന്നും വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് തന്നെ. സ്ക്വയർ നെക്ക് വൈഡായിട്ട് കിട്ടണമെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ ജസ്റ്റ് കൂട്ടിയെടുത്തിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ആ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ബോഡി പീസ് കട്ട് ചെയ്തെടുക്കാം. ബോഡി പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാകുക. ഇനി നമുക്ക് സ്കേർട്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് പീസിന് 2, അതായത് ഫ്രണ്ടും ബാക്കും വരുന്ന 2 മെറ്റീരിയലൂടെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ബാക്ക് പീസ് വരുന്ന തുണി നമുക്ക് മാറ്റി വെക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ ഇതേപോലെ 2 മടക്കി വെച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് കൂടെ, അതായത് മടക്കിയതിൻ്റെ ആ മടക്ക് വശത്തേക്ക് കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന പീസ് നമ്മൾ 2 കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോഡി പീസ് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ ഫ്രണ്ടിൽ വരുന്ന നമ്മൾ ഫ്രണ്ട് വശത്ത് വരുന്ന ആ ബോഡി പീസ് സെൻറ്ററിലേക്ക് കൂടെ കട്ട് ചെയ്ത് മാറ്റണമായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കട്ട് ചെയ്ത് ബോഡി പീസും സ്കേർട്ട് പീസും ഇതേപോലെ ബോഡി പീസിനോട് സ്കേർട്ട് പീസ് ഇതേപോലെ മടക്കി ചുരുക്കുകളിട്ട് ഇതേപോലെ യോജിപ്പിച്ചിട്ട് എടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി പീസിനോട് നമുക്ക് സ്കേർട്ട് പീസ് ഇതേപോലെ മടക്കുകളിട്ട് ചുരുക്കുകളിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ബാക്ക് പീസും ഇതേപോലെ, അതായത് ബോഡി പാർട്ടിനോട് മടക്കുകളിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഫ്രണ്ട് പീസിൽ ഇതേപോലെ തന്നെ ഓപ്പൺ വരുന്നതുകൊണ്ട് തന്നെ 2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ നടുക്ക് നമ്മൾ മടക്കി അടിക്കണം. റൈറ്റ് സൈഡിൽ 2 ഇഞ്ച് വീതിയിലുള്ള തുണിയെടുത്ത് മടക്കി അടിക്കണം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എടുക്കേണ്ടത് 3 ഇഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ട് ഇതേപോലെ
അടിച്ചെടുക്കാം. അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതുപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ലെഫ്റ്റ് സെൻറ്റർ പോർഷൻ്റെ മുകളിൽ, അതായത് മുകളിലായി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി പീസിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. 2 ഇഞ്ച് വീതി വരുന്ന തുണി എടുത്തിട്ട് ഇതേപോലെ കഴുത്ത് നമുക്ക് മടക്കി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് പക്ഷേ ബോഡി പീസിൻ്റെ എൻഡിങ് വരെ അറ്റാച്ച് ചെയ്തിരിക്കും. അതിനുശേഷം ഫുൾ ഓപ്പണാണ്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഓപ്പൺ ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് അംബർല സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കണം. അപ്പം നമ്മളെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.